നമസ്കാരം. ഈ കഥയ്ക്ക് എന്ത് പേരിടും? 2026 മാർച്ച് 29 മലയാള മനോരമ ഞായറാഴ്ചയിൽ വന്ന മനോഹരമായൊരു സ്റ്റോറിയാണിത്. ശ്രീ ടി അജീഷാണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. നമ്മൾ സത്യനന്ദിക്കാടിൻ്റെ അച്ചുവിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ കണ്ടതിനോട് സമാനമായ വളരെ ഒരു സിനിമ എഴുതാനായിട്ട് സിനിമയ്ക്ക് പറ്റിയ അതിമനോഹരമായ ഒരു സ്റ്റോറിയാണിത്. ഇത് ശരിക്കും ഈ പെൺകുട്ടി ജുനൈദ മലപ്പുറംകാരിയാണ്. ഈ ജുനൈദ തൻ്റെ 3 ചേച്ചിമാരെ കണ്ടെത്താനായിട്ട് നടത്തിയ ഒരു യാത്രയാണ്. ആ യാത്രയിൽ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ റിസർച്ചിൽ നിന്ന് ലഭിച്ച ഒരു പഴയ വാർത്തയാണ്. ഈ വാർത്തയാണ് അവരെ അത് കണ്ടെത്താനായിട്ട് സഹായിച്ചത്. ആ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ രസകരമായൊരു സ്റ്റോറിയാണ്. ഇതുപോലെ സൺഡേ സപ്ലിമെൻറ്റിൽ വരുന്ന വാർത്തകൾ കഥകൾ വായിക്കാവുന്നതാണ്. 2001 ജൂണിൽ കണ്ണൂർ പോലീസ് മൈതാനത്ത് നടക്കുന്ന ഒരു ആത്മഹത്യാ ശ്രമമാണ് ഈ കഥ തുടങ്ങുന്നത്. കമല എന്ന ഒരു തമിഴ് നടോടി സ്ത്രീ അവിടെ വന്ന് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അന്നേരം അവരുടെ കയ്യിലുണ്ടായിരുന്ന നന്ദിനി എന്ന ഒരു 1.5 വയസ്സുകാരി പെൺകുട്ടിയെ അവിടെ വരാന്തയിൽ കിടത്തിയ ശേഷമാണ് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. കമലയുടെ ഭർത്താവായിരുന്നു ശെൽവരാജ്. അദ്ദേഹം ഒരു കണ്ണൂർ ടൗണിലെ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അവർക്ക് 4 മക്കളുണ്ടായിരുന്നു: ദേവു, കാവ്യ, ദിവ്യ, കാളിദാസൻ. അതിനുശേഷം 1.5 വയസ്സുകാരി നന്ദിനിയെ അബ്ദുൽ സലാം ഖദീജ എന്ന ദമ്പതികൾ ദത്തെടുത്ത് വളർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ അമ്മ മരിച്ച കുട്ടികളായിട്ടുള്ള ദേവു, കാവ്യ, ദിവ്യ എന്നിവരെ ഷിൽവി, ദീപ, ദിവ്യ എന്ന് പേര് മാറുകയും അവരുടെ സഹോദരനായിട്ടുണ്ടായിരുന്ന കാളിദാസൻ ഒരു ബസ് അപകടത്തിൽ ബസ് ഇടിച്ച് മരിച്ചു പോവുകയും ഉണ്ടാകുന്നു. പോലീസ് ക്വാർട്ടേഴ്സിൽ അടുക്കളപ്പണി എടുത്തിട്ടാണ് ഈ കമല അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത്. ശെൽവരാജ് അതിനിടയ്ക്ക് കുടുംബം ഉപേക്ഷിച്ച് പോകുന്നു. അങ്ങനെ മൂത്ത മകൾക്ക് 6 വയസ്സ് മാത്രം ഉള്ളപ്പോഴത്തേക്കാണ് കാളിദാസൻ ബസ് ഇടിച്ച് മരിക്കുന്നത്. അതിൽ അവരുടെ സമനില, അവരുടെ അമ്മയുടെ കമലയുടെ സമനില തെറ്റുന്നു. അതിനുശേഷം ഈ കുട്ടികളെ ഈ ഒരു മറിയാമ്മ എന്നൊരു പോലീസ് ഓഫീസർ അവരുടെ വീട്ടിലാണ് ഈ കമല ജോലിക്ക് പോയിരുന്നത്. അവരവിടെ ഒരു കുട്ടികളെ നോക്കാനുള്ള ഒരു ഇതിലേക്ക് ആക്കുന്നു. അങ്ങനെ ആ 3 പെൺകുട്ടികളും കമലയും അമല ഭവനിൽ ജീവിക്കുന്നു. അതിനിടയിൽ ഈ കമല സുഖം പ്രാപിക്കുകയും അവർ അവിടുന്ന് പുറത്തു പോവുകയും അഷ്റഫ് എന്ന പേരുള്ള മറ്റൊരാളുമായിട്ട് ജീവിതം നയിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ അവർക്ക് വീണ്ടും ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിയാണ് നന്ദിനി. അപ്പോൾ അത് അഷ്റഫുമായിട്ട് അവർ എന്തോ ഒരു പ്രശ്നത്തിന് പുറത്താണ് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ കുട്ടികൾ അനാഥരായി. അവരെ ഈ കമലയുടെ സഹോദരനായിട്ടുള്ള സദാശിവൻ, രാധ എന്നിവർ ചേർന്ന് ഏറ്റെടുക്കുന്നു. അവർ വീണ്ടും അവരെ ഈ അമലാഭവനിൽ തന്നെ പാർപ്പിക്കുന്നു. ഈ നന്ദിനി എന്ന് പറഞ്ഞ കുട്ടിയെ ഈ 2 പേര് അബ്ദുൽ സലാമും ഖദീജയും അവർ ആ കുട്ടിയെ ദത്തെടുക്കുന്നു. ആ കുട്ടി ജുനൈദ എന്ന പേരിൽ അവരുടെ ഒപ്പം വളരുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ പറഞ്ഞ ഇവരുടെ മകളായിട്ടുള്ള ജുനൈദ ഇവരോടൊപ്പം വളരുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്നു. 2016 ഡിസംബറിൽ തലശ്ശേരിക്കാരനായിട്ടുള്ള ആഷിഖുമായിട്ട് ജുനൈദ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഉപ്പയായിട്ടുള്ള അബ്ദുൽ സലാമിന് അസുഖം ബാധിക്കുകയും പുള്ളി മരണമടയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ ജുനൈദയ്ക്ക് തൻ്റെ സഹോദരിമാരെ ഉണ്ടെന്ന് മനസ്സിലാവുകയും ഇതേപോലെ താൻ അനാഥയായിരുന്നില്ല, ഇവർ തന്നെ ദത്തെടുത്ത് വളർത്തുകയാണെന്നുള്ള കാര്യം അതിനുശേഷം ഈ കല്യാണത്തോടനുബന്ധിച്ച് മാത്രമാണ് ഈ ദമ്പതികൾ അവരോട് ഇക്കാര്യം പറയുകയും അതിനുശേഷം അവർ ജുനൈദ ഈ ചേച്ചിമാരെ കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും അങ്ങനെ മലയാള മനോരമയിലും ബാക്കിയുള്ള മറ്റ് പത്രങ്ങളിലും പോലീസിലും മറ്റും അന്വേഷിക്കുകയും അങ്ങനെ ഈ ഒരു വാർത്ത അവരുടെ കയ്യിലേക്ക് എത്തുകയും അതിനകത്ത് പറയുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഈ ചേച്ചിമാരെ കണ്ടെത്തുകയും അവരെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ കമലയുടെ സഹോദരനായിട്ടുള്ള സദാശിവൻ്റെ അടുക്കൽ എത്തിപ്പെടുകയും
അതുവഴി അവർ അമലാഭവനിൽ എത്തിപ്പെടുകയും രജിസ്റ്ററുകൾ തപ്പുകയും ബാക്കിയുള്ള എല്ലാവരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുകയും ചെയ്യുന്നു. അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്യുന്നതാണ് ഈ കഥയ്ക്ക് എന്ത് പേരിടും എന്നുള്ള അജീഷിൻ്റെ സ്റ്റോറിയുടെ ഉള്ളടക്കം. അതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു വായനാനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു തിരിച്ചു കിട്ടിയ കൂടപ്പിറപ്പുകൾ എന്നുള്ളൊരു പേര് എനിക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇവിടെ രേഖപ്പെടുത്തുക.